ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന അതിരടി OTT റിലീസായിട്ടുണ്ട്. ഇന്ന്, അതായത് ജൂൺ 19-ാം തീയതി സോണി ലൈവ് വഴിയാണ് പടം OTT റിലീസായിരിക്കുന്നത്. തിയേറ്ററിൽ വൻ വിജയമായ ചിത്രം ഇന്നാണ് OTT വന്നത്. പടത്തിൽ ബേസി ജോസഫാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ബേസി ജോസഫിനെ കൂടാതെ ടോവിനോയും വിനീത് ശ്രീനിവാസൻ നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ടോവിനോ തോമസാണ് പടത്തിലെ വില്ലൻ. പടം അടിപൊളി, നല്ല കോമഡി, മാസ് എൻ്റർടൈനർ മൂവിയാണ്. ഒരു കോളേജ് പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. സാംകുട്ടി എന്ന കഥാപാത്രത്തെയാണ് ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്നത്. അടിപൊളി സിനിമയാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഈ പടം തിയേറ്ററിൽ പോയി കാണാത്തൊരു നിർബന്ധമായി OTT കാണാൻ. അടിപൊളി, നിങ്ങൾക്കൊരു നഷ്ടം വരാത്തൊരു സിനിമയാണ്. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പടം കണ്ടിട്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവൂ. അതുപോലെ നമ്മൾ കാത്തിരുന്ന ദൃശ്യം 3യും OTT റിലീസായിട്ടുണ്ട്. ഇന്നലെയാണ് പടം OTT റിലീസായത്, അതായത് ജൂൺ 18-ാം തീയതിയാണ്. ആമസോൺ പ്രൈം വഴിയാണ് പടം റിലീസായത്. ദൃശ്യം സീരീസിലെ മൂന്നാമത്തെ പടമാണ് ദൃശ്യം 3. ഈ പടത്തിൽ മോഹൻലാലാണ് പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന പടത്തിൽ മോഹൻലാലിനെ കൂടാതെ മീന, ഷാജോൺ തുടങ്ങിയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നെ വീണ നന്ദകുമാർ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ദൃശ്യം 1ലും 2ലും വീണ നന്ദകുമാർ ഇല്ലായിരുന്നു. പടം തിയേറ്ററിൽ കാണാത്തവരെ OTT കാണുക. തിയേറ്റർ നല്ല വിജയമായി, അതായത് 330 കോടി, ഏകദേശം 350 കോടിയോളം ആകാറായിരിക്കുകയാണ് പടം.